നമസ്കാരം. ഭാരതത്തിനെതിരെ തിരിഞ്ഞ ചൈനയ്ക്കിത് തിരിച്ചടികളുടെ കാലമാണ്. ഏറ്റവും ഒടുവിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിൽ ആശങ്കയേറിയിച്ച് നാറ്റോ രംഗത്ത് വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ചൈനയ്ക്ക് തന്നെയാണ്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിൽ ചൈനയ്ക്ക് വളരെ വലിയ പങ്കുണ്ടെന്നാണ് നാറ്റോ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. കാരണം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് നയപരമായ പിന്തുണ നൽകുന്നത് ചൈന തന്നെയാണ്. റഷ്യയുമായുള്ള ചൈനയുടെ പരിധിയില്ലാത്ത ബന്ധമാണ് യുക്രൈൻ യുദ്ധത്തിന് ഇന്ധനം പകരുന്നത്. റഷ്യയുടെ ആയുധ നിർമ്മാണ മേഖലയ്ക്കും ചൈനയുടെ പിന്തുണ കരുത്തു പകരുന്നുണ്ട്. അതേസമയം യൂറോപ്പിലെ രാജ്യങ്ങൾക്കാണ് ഇത് ഭീഷണിയാവുക. ഐക്യരാഷ്ട്രസഭയിലെ ഉത്തരവാദിത്വമുള്ള സ്ഥിരാംഗം എന്ന നിലയിൽ റഷ്യയ്ക്ക് നൽകി വരുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നാണ് നാറ്റോയുടെ ആവശ്യം. യുഎസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ 75ാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം നാറ്റോ ഉന്നയിച്ചിരിക്കുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ, അതായത് നാറ്റോയിലെ 32 രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. ചൈനയുടെ ആഗ്രഹങ്ങളും നയങ്ങളും എല്ലാം തന്നെ നാറ്റോയുടെ താൽപര്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ കാലാകാലങ്ങളായി പാലിച്ചു പോരുന്ന ധാരണകൾക്കും നിയമങ്ങൾക്കുമെതിരാണ് റഷ്യയുടെയും ചൈനയുടെയും സമീപകാല നിലപാടുകൾ. സൈബർ, ബഹിരാകാശം അടക്കമുള്ള മേഖലകളിലും ഇരു രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് നാറ്റോ പറയുന്നു. റഷ്യയ്ക്ക് നൽകി വരുന്ന സായുധ പിന്തുണ നാറ്റോ അപലപിച്ചിരിക്കുകയാണ്. റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയ്ക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി. എന്തായാലും കയറ്റുമതിയിലൂടെ ശതകോടികൾ ഉണ്ടാക്കുന്ന ചൈനയ്ക്ക് വിലക്ക് ഭീഷണി വലിയൊരു തിരിച്ചടിയാണ്. അതേസമയം ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന സംശയം ചൈനയ്ക്കുണ്ട്. ഇന്ത്യൻ നയതന്ത്ര നീക്കങ്ങളാണ് നാറ്റോയെ ഇത്തരമൊരു പ്രസ്താവനയിലേക്ക് എത്തിച്ചതെന്ന വിലയിരുത്തലും സജീവമാണ്. കാരണം 2019 കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നുവെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ഇതാദ്യമാണ്. റഷ്യയും ചൈനയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതുപോലെ റഷ്യയുമായി ഇന്ത്യക്കും നല്ല അടുപ്പമുണ്ട്. എന്നാൽ ചൈനയ്ക്കെതിരാണ് മോദി സർക്കാരിന്റെ നിലപാടുകൾ. എന്തായാലും നാറ്റോയുടെ ഈ പരസ്യ നിലപാട് പ്രഖ്യാപനം ആഗോളതലത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യക്കായിരിക്കും ഇതിന്റെ ഗുണം കിട്ടുക. വെബ് ഡെസ്ക് തത്മൈ TV.